ഗായ്സ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു എസുബി. ഇന്ന് നമുക്ക് കപ്സ് ഉണ്ടാക്കിയാലോ. അങ്ങനെ കപ്സിലേക്ക് ആവശ്യമുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഞാൻ മിക്സിയിൽ അടിച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ നേരം കൊണ്ട് ബിസ്മില്ല എന്ന് പറഞ്ഞ് നമുക്ക് തുടങ്ങാം. അങ്ങനെ ചട്ടി ചൂടായപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടോ. പിന്നെ വേണ്ടതൊക്കെ ഞാൻ പാത്രത്തിൽ ആദ്യം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എണ്ണ ചൂടായപ്പോൾ ലീഫും കറാമ്പട്ടിയും പൂവും ഏലക്കായും വലിയ ജീരകവും പിന്നെ അതുപോലെ തന്നെ കുരുമുളകും എല്ലാം ഇട്ടിട്ട് ഒന്ന് ചൂടാക്കാം കേട്ടോ. അതൊന്ന് പൊട്ടിത്തെറിക്കണം, ചെറുതായിട്ടൊന്ന് ചൂടായി എന്ന് കാണുന്ന സമയത്ത് തന്നെ നമുക്ക് വലിയ ഉള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഞാൻ വലിയ ഉള്ളിയാണെങ്കിൽ പകുതി മതി, ചെറിയ ഉള്ളിയാണെങ്കിൽ ഒന്ന് ഫുള്ള് എടുക്കാം. എൻ്റെ ചെറിയ ഉള്ളിയായിരുന്നു കേട്ടോ, അപ്പൊ ഞാനത് ഫുള്ള് എടുത്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അത് ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി വരുന്ന സമയം നോക്കുന്ന സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ഇടുന്നത് കേട്ടോ. അങ്ങനെ ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഞാൻ പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നേ, അത് ഇട്ടു. പിന്നെ കപ്സിന്റെ പൊടി, അങ്ങനെ കപ്സിന്റെ പൊടി ഇട്ടു. പിന്നെ ആ നേരം പിന്നെ ഒരു തക്കാളി, ഒരു വലിയ തക്കാളി നോക്കിയിട്ട് മിക്സിയിൽ അടിച്ചിട്ട് ജ്യൂസ് ആക്കിയിട്ടുണ്ടായിരുന്നു, അങ്ങനെ അത് ഒഴിച്ചു കൊടുത്തു. പിന്നെ നാടൻ ആയിക്കോട്ടെ വിചാരിച്ച് കുറച്ച് ചപ്പും കരിവേപ്പിലയും ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ചപ്പും കരിവേപ്പിലയും ഇട്ട് കൊടുത്ത് പിന്നെ അത് കുറച്ചൊന്ന് അതായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഞാനൊരു ഹാഫ് ചിക്കനെ എടുത്തിട്ടുള്ളൂ കേട്ടോ, കാരണം ഒരു നേരത്തിനുള്ളതല്ല, അത്രയും മതിയാവുമെന്ന് വിചാരിച്ചിട്ട് ഒരു ചിക്കൻ്റെ പകുതി അങ്ങനെ അത് ഇട്ട് കൊടുത്തേ. എന്നിട്ട് അത് ചൂടാവണമെന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് വെള്ളം ഒഴിക്കണം കേട്ടോ, ഞാൻ മറന്നുപോയി, പിന്നെയാണ് ഓർമ്മ വന്നത്. അങ്ങനെ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തേ. ഒന്ന് ചൂടായി വരുന്നത്, അല്ലെങ്കിൽ അടി പിടിക്കാൻ വേഗം ചാൻസ് ഉണ്ട്. അങ്ങനെ ഒന്ന് അടി പിടിക്കാതെക്കാൻ വേണ്ടി കുറച്ചൊന്ന് വെള്ളം ഒഴിച്ചിട്ട് അന്നേരം കൊണ്ടേക്ക് മോള് വന്ന് ഇങ്ങനെ വർത്താനം പറഞ്ഞു, മമ്മ എനിക്ക് സ്റ്റമക്ക് പെയിൻ ആവുന്നുണ്ട്, എനിക്ക് വർത്താനം ഓരോന്ന് പറയുന്നുണ്ടായിരുന്നു. എനിക്ക് നീച്ചു വന്ന് കുറേ കഥകൾ പറയാനുണ്ടാവും. ഒന്ന് രാത്രി കിടക്കാൻ നല്ല നേരം വൈകിട്ടുണ്ടായിരുന്നു, ഏകദേശം എന്തായാലും ഒരു 12 മണി 12:30 ഒക്കെ ആയിട്ടുണ്ട്. അതിനെ കൊണ്ട് പിന്നെ അവള് നീക്കാൻ കുറച്ച് നേരം വൈകി. അങ്ങനെ രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞ് ഓള് രണ്ടാമത്തെ ഉറക്കിനും പോണ മുമ്പ് പണിയൊക്കെ കഴിക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഏകദേശം അതൊക്കെ കഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അതിലേക്ക് വേണ്ട പിന്നെ വെള്ളം ചൂടായി, ആവശ്യത്തിലുള്ള അരിക്കുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ അതിലേക്ക് വലിയ പച്ചമുളകും 2 ചെറുനാരങ്ങ, ഉണങ്ങിയ നാരങ്ങയും പിന്നെ കുറച്ച് സുറുക്ക് വെച്ചിട്ടുണ്ടോ, അത് അരി തമ്മിൽ ഒട്ടിപ്പിടിക്കാതെക്കാണ്. അങ്ങനെ കുറച്ച് സുറുക്കി വെച്ചിട്ട് വെള്ളം ചൂടായിട്ട് നമുക്ക് അരി ഇട്ട് കൊടുക്കാവേ. ആ നേരം ഞാൻ ചിക്കൻ ഒന്ന് പുറത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്, കാരണം നല്ല വേവ് ഇറക്കി കഴിഞ്ഞാൽ ചിക്കനും പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമുക്ക് അതിലേക്കുള്ള ചട്നി അരിച്ചാലോ. അങ്ങനെ വലിയ 2 തക്കാളിയും 2 പച്ചമുളകും എൻ്റെ അടുത്ത് വെളുത്തുള്ളി ഭയങ്കര വലുതായതുകൊണ്ട് ഞാൻ 2 എടുത്തോട്ടോ. പിന്നെ ആവശ്യത്തിന് കുറച്ച് ചപ്പ് കൊടുത്തിട്ട് കുറച്ച് സുറുക്കിയും കുറച്ച് ഉപ്പും, എന്നിട്ട് ആവശ്യത്തിന് നമുക്ക് മിക്സിയിൽ വെള്ളം ചേർക്കണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ, ഞാൻ വെള്ളം ചേർത്തിട്ടില്ല. അങ്ങനെ അതിലേക്ക് അടിച്ചെടുത്തു. ആ നേരം കൊണ്ട് നമ്മൾ കപ്സ് റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിലേക്ക് ആ സമയം കൊണ്ട് ഞാൻ ചിക്കനും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് വീഡിയോ എടുക്കാൻ പക്ഷെ മറന്നുപോയി. അങ്ങനെ ചിക്കനും ആയി, ചട്നിയും ആയി. അപ്പൊ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.